ശ്രീ ഷാഫി ചാലിം, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് പ്രസക്തമാണ്. ആര് നയിക്കണം UDF മുന്നണിയെ എന്ന കാര്യത്തിൽ ലീഗിന്റെ സേയും നിർണായകമാണ്. തീരുമാനിക്കേണ്ടത് ഇവിടെ ശ്രീ ശ്രീകുമാർ മനയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യം തീരുമാനിക്കുമ്പോൾ പല ഘടകങ്ങൾ പരിഗണിക്കും. അതിൽ ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെ അഭിപ്രായം, അവരിലെ സ്വീകാര്യത, ഏറ്റവും പ്രമുഖ ഘടക കക്ഷികളുടെ നിലപാട്, ഇതൊക്കെ നിർണായകമാകുമ്പോൾ ഇപ്പോ സതീശനേക്കാൾ മുമ്പിൽ ചെന്നിത്തലയാണോ? ലീഗിന്റെ മനസ്സിലെന്താണ്? ഇല്ല, ലീഗ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനായിട്ടില്ലല്ലോ. കോൺഗ്രസിനെ ആര് നയിക്കണം, കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രി പദം അലങ്കരിക്കണം എന്നതൊക്കെ കോൺഗ്രസ്സാണ് തീരുമാനിക്കുക. കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിൽ കയറി അഭിപ്രായം പറയുന്ന പതിവ് ലീഗിനില്ല. പിന്നെ ലീഗ് എന്ത് പറയാനാ? അല്ല, അപ്പോൾ ഞാൻ പറയുന്നത് ഷാഫി ചാലിം, കേരള രാഷ്ട്രീയ ചരിത്രം നമ്മളെടുത്താൽ, സമകാല രാഷ്ട്രീയ ചരിത്രം എടുത്താൽ പോലും ലീഗിന്റെ റോൾ അതിൽ വളരെ പ്രധാനമാണ്. കോൺഗ്രസ് തീരുമാനിക്കുന്നു കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ. അന്ന് ലീഗിന്റെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ലീഗിന്റെ സീറ്റിൽ തിരൂരങ്ങാടിയിൽ മത്സരിച്ചാണ് AK ആന്റണി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രി ആയതുപോലും. ആ മാറ്റത്തിൽ ലീഗിന് വലിയ റോൾ ഉണ്ടായിരുന്നു. പിന്നീട് അതേ AK ആന്റണി 2001 മുതൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് 2004 തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടാകുന്നു. അപ്പോൾ കോൺഗ്രസ് ആണ് തീരുമാനിച്ചത്, ലീഗല്ല. കോൺഗ്രസ് ആണ് തീരുമാനിച്ചത് ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ. അവിടെയും പക്ഷേ ലീഗിന്റെ നിലപാടിന് വലിയ റോൾ ഉണ്ടായിരുന്നു, ലീഗിന് സേ ഉണ്ടായിരുന്നു. അപ്പോൾ ലീഗിന്റെ നിലപാട് ഞങ്ങൾ ഏതോ മാവിലായിക്കാരാണ്, കോൺഗ്രസ് തീരുമാനിച്ചങ്ങ് നടപ്പാക്കട്ടെ എന്നുള്ളതല്ല. ലീഗിന്റെ സേ ഇക്കാര്യത്തിൽ നിർണായകമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ ആര് നയിക്കണം എന്നത് കോൺഗ്രസ്സാണ് തീരുമാനിക്കുക. അതിന് മുസ്ലിം ലീഗിന് അഭിപ്രായം തേടുന്ന സന്ദർഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഉചിതമായ അഭിപ്രായം അവിടെ ലീഗ് പറയും. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യമായിട്ടില്ല. ഇപ്പോൾ തന്നെ വന്ന് അങ്ങനെയാണെങ്കിൽ ലീഗ് എന്താ പറയുക എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഷാഫി, ഒന്ന് രമേശ് ചെന്നിത്തല, രണ്ട് ഇപ്പോഴത്തെ പാർലമെന്ററി പാർട്ടി ലീഡർ VD സതീശൻ, KC വേണുഗോപാൽ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്, ശശി തരൂർ. പല ആളുകളും CM ശശി തരൂർ ആകണം, അല്ലെങ്കിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന് സമൂഹ മാധ്യമങ്ങളിലും മറ്റൊക്കെ അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് 4 പേരെങ്കിലും ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുണ്ട്. ഇക്കാര്യത്തിലെ സ്വാഭാവിക ചോയ്സ് VD സതീശാണ്. കാരണം അദ്ദേഹമാണ് ഇപ്പോൾ പാർട്ടിയെ നിയമസഭയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ അതിനൊരു നടപടിക്രമം അനുസരിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക, ജയിച്ചാൽ ആ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് ഇതിലെ സ്വാഭാവിക രീതി. ആ സ്വാഭാവിക രീതിക്ക് അപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഉണ്ടാകുമോ? വേറെയും ചോയ്സ് പരിഗണിക്കപ്പെടുമോ? എന്താണ് അക്കാര്യത്തിലെ താങ്കളുടെ അഭിപ്രായം? എന്താണ്? ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെന്താ ഇപ്പം ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങളിപ്പോൾ ഇവരോടൊക്കെ നല്ല ബന്ധത്തിലാണ്. ഞങ്ങൾക്ക് VD സതീശനെയും ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, ഞങ്ങളെ പ്രോഗ്രാമിന് വിളിക്കാറുണ്ട്, ചെന്നിത്തലയെ വിളിക്കാറുണ്ട്, KC വേണുഗോപാലിനെ വിളിക്കാറുണ്ട്, ശശി തരൂരിനെ വിളിക്കാറുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിക്കാറുണ്ട്, VM സുധീരനെ വിളിക്കാറുണ്ട്. ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടുതൽ മെച്ചപ്പെട്ടവരും മറ്റാൾ അത്ര പോരാ എന്ന അങ്ങനെയൊന്നും ഞങ്ങളിതിനെ അളക്കാറില്ല. ഞങ്ങൾ ഐക്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്, പ്രബലമായ ഒരു ഘടകകക്ഷിയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയിൽ പിന്നെ മുന്നിൽ നിൽക്കാൻ ഓരോരോ കാലഘട്ടത്തിൽ അതിന് പറ്റുന്ന ആളുകളെ അതിൻ്റെ ഹൈക്കമാൻഡ് നിശ്ചയിക്കാറുണ്ട്. അതിനപ്പുറത്ത് ആ വിഷയത്തിൽ കയറി എന്തഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്? തീർച്ചയായും ജേക്കബ് ജോർജിനെ പോലെയോ അല്ലെങ്കിൽ ശ്രീകുമാറിനെ പോലെ എന്തെങ്കിലും വിളിച്ചു പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാനൊരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു വക്താവല്ലേ. തീർച്ചയായും മുസ്ലിം ലീഗിന്റെ എനിക്കിങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. എനിക്ക് ചെന്നിത്തല മികച്ചതാണെന്ന് എങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും? ശരി, അല്ല, അത് ന്യായമാണ്. താങ്കളുടെ ആ പോയിന്റ് ഞാൻ എടുക്കുന്നു. കാരണം ഒരു പൊതു ചർച്ചയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലീഗിന്റെ നിലപാടും അക്കാര്യത്തിൽ പ്രസക്തമാണ് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എന്റെ പോയിന്റ്. താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇതിനപ്പുറത്ത് പറയാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം, ഇത് കേൾക്കുന്ന ആളുകൾക്കും അറിയാം.